പെട്ടെന്ന് ദിവസങ്ങൾ കടന്നുപോയത്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ നിമിഷം ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ പഠിത്തവും കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അതോർക്കുമ്പോൾ എനിക്ക് പേടി. ഇതാണ് ചിന്നുവിന്റെ പ്രയോഗം. വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കുക. അലക്സിന് അറിയില്ല എന്റെ പ്രയാസം. കണ്ടോ, ചിന്നുവിനെ ഞാൻ മനസ്സിലാക്കുന്നില്ലെന്നാണോ കരുതുന്നത്? ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി ചിന്നുവാണ് തീരുമാനം എടുക്കേണ്ടത്. ഒന്നും പേടിക്കാനില്ല. ചിന്നു ധൈര്യമായി നാട്ടിലേക്ക് പോകും. ഞാൻ ചിന്നുവിനോടൊപ്പം എന്നും ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം, എന്ത് തീരുമാനം എടുത്താലും എന്നെ അറിയിക്കണം. എന്റെ ഫോൺ നമ്പർ കയ്യിലുണ്ടല്ലോ. ഞാൻ കാത്തിരിക്കും. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയോ? എന്റെ ചിന്നുമോൾ ഒരു ഡോക്ടറായിട്ട് വരുന്നത് കാണണം. ആ ഒരു ആഗ്രഹമേ ഇനി അമ്മാവനുള്ളൂ. അമ്മയും കൂടി വരണമെന്ന് കരുതിയതാ. ഏതായാലും ഇതോടെ പഠിപ്പൊക്കെ മതിയാക്കുകയാണെന്ന് കേട്ടു അച്ഛൻ. അച്ഛൻ ഇന്നലെ വെളുപ്പാങ്കാലത്ത് എപ്പോഴും ആണ് വന്നത്. ഞാൻ പോരുന്നവരെ എഴുന്നേറ്റിട്ടേ ഇല്ല. മുത്തശ്ശന് അസുഖമൊന്നുമില്ലല്ലോ? ദൈവം സഹായിച്ചില്ല. എന്നാലും എടുക്കാനും നടക്കാനും ഒന്നും വയ്യ. ഞാൻ എന്തിനെങ്കിലും തറവാട്ടി ചെല്ലുമ്പോ മോളെ കുറിച്ച് ചോദിക്കും. ചിന്നുമോളെന്ന് വെച്ചാൽ ഇതിൽ പരമില്ല. അപ്പൂപ്പനെ ഹോസ്റ്റലിലേക്ക് വിളിച്ചിരുന്നു. അപ്പൊ പറഞ്ഞു പുറപ്പെട്ടിട്ടുണ്ടെന്ന്. അച്ഛൻ ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ. കുളിക്കുക. എന്നാ കുളിച്ചൊന്ന് ഫ്രഷ് ആവാൻ നോക്ക്. എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്ക് ധൃതിയില്ല, പതുക്കെ മതി. വന്നോ? യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ. 2 മാസം ആകുമെന്നല്ലേ പറഞ്ഞ റിസൾട്ട് വരാൻ? പാസ്സാവുന്ന ഉറപ്പല്ലേ? അവസരമൊക്കെ ഇവിടെ എങ്ങാനും മതി. അത് ഞാൻ ഏർപ്പാടിക്കോളാം. അല്ല, ഇനി അതിനെ ഇവിടുന്ന് കെട്ടിയെടുത്ത് അങ്ങ് പോകാൻ നോക്കുമല്ല. പരീക്ഷയൊക്കെ എങ്ങനെയായിരുന്നു? വല്ല ക്ലാസ്സോ റാങ്കോ പുല്ല എന്തെങ്കിലും കിട്ടുമോ? നീ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഉദ്യോഗം കിട്ടി ഇനി അതുകൊണ്ട് ജീവിക്കാമെന്നൊന്നും ഓർത്തിട്ടല്ല. ആരെങ്കിലും ചോദിച്ചാൽ പറയാനോ ഡിഗ്രി വേണം. ഇപ്പൊ അതൊക്കെയല്ലേ അന്തസ്. ഞാൻ ഒരല്പം തിരക്കില്ല. ഗസ്റ്റ് ഹൗസിന് മന്ത്രി വരുന്നുണ്ട്. ഒരു കോൺട്രാക്ട് കാര്യം സംസാരിക്കാനുണ്ട്. വരട്ടെ. അല്ലെങ്കിൽ തന്നെ അച്ഛൻ എപ്പോഴും തിരക്കാണ്. അതൊക്കെ പോരാഞ്ഞിട്ട് ഇല്ലാത്ത മരാമത്തൊക്കെ വലിച്ച് തലയിൽ വെക്കുകയും ചെയ്യും. നീ പോയി കുടിച്ചിട്ട് വാ. എന്തെങ്കിലും കഴിക്കണ്ടേ? ഫോട്ടോ എവിടെ?
ഞാൻ കണ്ടില്ല. അച്ഛമ്മോനൊക്കെ കൂടി എവിടെ അടിച്ചു വാരിയത്. എന്റെ മുറിനകത്ത് മാറ്റാൻ ആരാ പറഞ്ഞേ? ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ ഇനി എന്തിനാ അതൊക്കെ? എല്ലാം ഒന്ന് മറക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഇനി അതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ നീ പോയി വേഗം കുളിച്ചിട്ട് വാ. ഞാൻ എവിടെയൊക്കെ നിന്നെ നോക്കി. നീ മുത്തച്ഛനെ കാണാൻ പോകുന്നില്ലേ? അച്ഛൻ ആ വഴി പോകുന്നുണ്ട്. നിന്നോട് ഡ്രോപ്പ് ചെയ്യും. വേഗം ചെല്ലേ, ഞാൻ നാളെ പൊയ്ക്കണം. ഇന്നെന്താ അസൗകര്യം? നാളെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. നാളെ ഇവിടെ വിരുന്നുകാരുണ്ട്. അതിന് എനിക്കെന്താ? നിന്നെ കാണാനാ അവര് വരുന്നത്. കുറെ മുമ്പ് വന്ന ആലോചനയാ. നിന്റെ പരീക്ഷയുടെ ഇടയ്ക്ക് അറിയിക്കേണ്ടത് കരുതി. അച്ഛനൊക്കെ തീരുമാനിച്ചെന്ന് തോന്നണേ. ഞാനറിയാതെ അമ്മ എന്താ പറയുന്നേ? അതെന്തിനാ നീ അറിയുന്നേ? പയ്യൻ IAS ആണ്. പേര് കേട്ട് തറവാടിന് ഇഷ്ടം പോലെ സ്വത്തും. ആലോചനകളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇനി നിന്നെ അവർക്കൊന്ന് കണ്ടാ മതി. ഇനി എന്റെ കുറിച്ച് ബാക്കിയുള്ളൂ. എന്തെങ്കിലും നല്ല കാര്യത്തിൽ ഒരുങ്ങുമ്പോ അശുഭം പറയരുത്. നീ ഒന്ന് വേഗം ചെല്ലേ. നിന്നെ കാണുമ്പോ മുത്തച്ഛന്റെ പാതി വിഷമം തീരും. പറഞ്ഞത് കേട്ടില്ലേ? മോള് വാ, വരൂ. വിചാരിക്കുന്നത് എന്തോ അതിലേക്ക് തന്നെയാണ് ഒടുവിൽ ഞാൻ ചെന്ന് എത്തുന്നത്. സ്നേഹത്തിന്റെ ഗ്രാമറും സയൻസും ഒന്നും എനിക്കറിയില്ല. മറ്റുള്ളവരിൽ നിന്നും അകന്നു മാറിയൊരു പെൺകുട്ടി ചിന്നു ഒരു ആകർഷണമായി തീർന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഏറെക്കുറെ എന്റെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരുന്നു. ചിലപ്പോൾ അതായിരിക്കും എന്നെ നിന്നിലേക്ക് അടുക്കാൻ പ്രേരിപ്പിച്ചത്. എന്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ധാരാളം എതിർപ്പുകളുണ്ടാകും. അതിനെയൊക്കെ ധൈര്യമായി നേരിട്ടേ വെക്കൂ. ഹൃദയബന്ധങ്ങൾ മനസ്സിലാവുന്ന ആരും എന്റെ വീട്ടിലില്ല. ഞാൻ അലക്സിനോട് പറഞ്ഞിട്ടില്ലേ എന്റെ പത്രച്ചിട്ടയുടെ കാര്യം? ഒരാളെ സ്നേഹിച്ചതിന് എന്റെ ചിട്ടയെ വേറെ ഒരു ഉറപ്പും എനിക്ക് തരാനില്ല. പൊട്ടിത്തെറിയുടെ ഒരു നിമിഷം വരട്ടെ. അലക്സ് എന്ത് ചെയ്യുമെന്ന് അപ്പൊ കാണാം. പൂമുഖത്തളത്തിലെ പൊന്നഴിക്കൂട്ടിൽ ഇന്ന് കാത്തിരിപ്പുണ്ടൊരു തത്തമ്മ, നിന്റെ കഥ കേട്ടു മൂളുന്ന തത്തമ്മ, കളി തത്തമ്മ. പൂമുഖത്തളത്തിലെ പൊന്നഴിക്കൂട്ടിൽ ഇന്നു കാത്തിരിപ്പുണ്ടൊരു തത്തമ്മ. മറ്റാരും കേൾക്കാതെ നീ ഇക്കുറി അവളോട് പറയുകില്ലേ? മറ്റാരും കേൾക്കാതെ
നീ ഇക്കുറി അവളോട് പറയുകില്ലേ നിന്റെ കദളി വനത്തിലൊരാൺകിളി വന്നു നിന്റെ കദളി വനത്തിലൊരാൺകിളി വന്നു കരളിലെ തേക്കനീ അവൻ കവർന്നു പൂമുഖത്തളത്തിലെ പൊന്നഴിക്കൂട്ടിലിന്നു കാത്തിരിപ്പുണ്ടൊരു തത്തമ്മ പണ്ടേതു മതിലകത്തെ പൂങ്കന്നിതൻ അനുരാഗ കഥ പോലെ പണ്ടേതു മതിലകത്തെ പൂങ്കന്നിതൻ അനുരാഗ കഥ പോലെ നിന്റെ അരികിൽ വന്നാൻ കിളി ചൊല്ലിയതെല്ലാം നിന്റെ അരികിൽ വന്നാൻ കിളി ചൊല്ലിയതെല്ലാം അവളുടെ കാതിൽ നീ പറയുകില്ലേ പൂമുഖത്തളത്തിലെ പൊന്നഴിക്കൂട്ടിൽ ഇന്ന് കാത്തിരിപ്പുണ്ടൊരു തത്തമ്മ പുതുമണവും തൂവെള്ളാമ്പൽ വിരിയും കുളിർമണവും എള്ളെണ്ണ പുതുമണവും തൂവെള്ളാമ്പൽ വിരിയും കുളിർമണവും നിന്റെ തൊടിയിലിലഞ്ഞികൾ പൂവിത്ത മണവും നിന്റെ തൊടിയിലിലഞ്ഞികൾ പൂവിത്ത മണവും തിരയുകയാണിന്നും ഇവിടെ നിന്നെ പൂമുഖത്തളത്തിലെ പൊന്നഴിക്കൂട്ടിൽ ഇന്ന് കാത്തിരിപ്പുണ്ടൊരു തത്തമ്മ നിന്റെ കഥ കേട്ടു മൂളുന്ന തത്തമ്മ കളിത്തത്തമ്മ ആര്? ചിന്നുമോളോ? മോളെപ്പോ വന്നു? ഇന്നലെ. ആരാ കൂടെ? ആരുമില്ല മുത്തശ്ശ, നീ തനിച്ചാ? മോൾ ഒരുപാട് ക്ഷീണിച്ചു. അത് മുത്തശ്ശന് വെറുതെ തോന്നുന്നതാ. മോടെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? ഇല്ല മുത്തശ്ശ, മുത്തശ്ശന് സുഖല്ലേ? എന്റെ സുഖത്തിന്റെ കാര്യം ഒന്നും പറയണ്ട. എഴുന്നേക്കാനും നടക്കാനും വയ്യെന്നായ പിന്നെ ചാവുക ഭേദം. ആ മോടെ അമ്മയില്ലേ എവിടെ? സുമംഗല. അമ്മ പിന്നെ എവിടെ പോകാനാ? ആരും വരാറും അന്വേഷിക്കാറുമില്ല. എല്ലാരും കൂടി എന്നെ ഇരുട്ടുമുറിയിലേക്ക് വലിച്ചെറിഞ്ഞു. ആരും ഇല്ലേ അവിടെ? രാമൻ നായരെ. അവർക്കൊക്കെ അവരുടെ കാര്യങ്ങൾക്ക് തന്നെ നേരമില്ല. അതിനിടയ്ക്ക് ആ
ഒന്നിനും ഒരർത്ഥവുമില്ല. അല്ല, ഇതാര് മുത്തച്ഛനെ പറഞ്ഞേ ഉള്ളൂ ചിന്നമോളുടെ കാര്യം? അപ്പോഴേക്കും എന്താ വന്നേക്കണു? ഇനി ഒരാഗ്രഹമേ എനിക്കുള്ളൂ, എന്റെ ചിന്നുമോടെ വിവാഹം. അതിന്റെ എന്തോ ചില ആലോചനയൊക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ടു. ഓ, ഞാൻ അറിഞ്ഞില്ല. ആരെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ? അല്ലെങ്കിൽ നീ എന്തിനാ എന്നോട് ഇതൊക്കെ പറയണേ? മിണ്ടാണ്ട് പലയിടത്തും കിടന്നോണം ചാവോളം. അതാ നല്ലത്. മുത്തശ്ശൻ എന്തിനാ അതും ഇതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? ഇനി ഞാനുണ്ട് മുത്തശ്ശന്റെ അടുത്ത്. കണ്ണടയും വരെ ഇവിടെ എന്റെ സുഭദ്ര. അവൾ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഇന്നലെയും കണ്ടു ഞാൻ അവളെ. അടുത്ത് വന്നിരുന്ന് അച്ഛൻ സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞപ്പോ സ്വപ്നമാണെന്ന് തോന്നിയില്ല. മോളിന്ന് പോകണ്ട, മുത്തച്ഛന്റെ കൂടി ഇവിടെ. ഇല്ല മുത്തശ്ശ, ഞാനിന്ന് പോണില്ല. മോൾക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ? ആ ലക്ഷ്മി അമ്മ ഇല്ലേ അവിടെ? ഓ, അതിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ കുടിക്കാൻ കൊള്ളയില്ല, അത്രയ്ക്കാ കൈപ്പുണ്യം. ഹായ്, മുഴുവൻ കമ്പിളിയാണല്ലോ. നന്നായി, മുത്തച്ഛന് പറ്റിയ സമ്മാനം. അപ്പേ ഇന്നൊരു വരുന്നുണ്ട് ഞാൻ. എന്റെ ഈശ്വര, ഇതെപ്പ വന്നു? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ മുത്തച്ഛന്റെ അടുത്തായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് ലക്ഷ്മിയമ്മ വിശേഷം? ഓ, ഈ പെരയമ്പുറത്ത് കിടക്കുന്ന എനിക്കെന്ത് വിശേഷമാ കുട്ടി. വല്ലോന്ന് ഇരുണ്ടും വെളുത്തും പോണത് ഭാഗ്യം. എപ്പോ ചോദിച്ചാലും ഇങ്ങനെ പറയൂ. ആട്ടെ, പലഹാരം എന്തൊക്കെയുണ്ട് തിന്നാൻ? എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി. മുത്തച്ഛന് ശകലം കഞ്ഞിയും കടുമാങ്ങ ഉണ്ടെങ്കിൽ ധാരാളം. പിന്നെ ആർക്ക് വേണ്ടിയാ? എന്റെ ഈശ്വര, എങ്ങനെയുണ്ടായിരുന്ന വീടായിരുന്നു ഇത്. കുഞ്ഞിന്റെ ഭദ്രച്ചിറ്റ ഉണ്ടായിരുന്നപ്പോ ഞാൻ അതൊന്നും മറന്നിട്ടില്ല. അച്ഛൻ വിളിക്കുന്നു. ആഹാ, വീണയും വായിച്ചിരുന്ന മതിയോ? പരീക്ഷ എടുത്തില്ലേ? വായിക്കും പഠിക്കൊന്നും വേണ്ടേ നിനക്ക്? ദേ, എണീറ്റ് വാ. തന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചാ അത് ഇങ്ങനെ ആവൂ. മുഴുവൻ കാശ് വാങ്ങിച്ചോണ്ടേ വരാവൂന്ന് പറഞ്ഞല്ലേ തന്നെ അയച്ചത്? ഞാൻ പറയാഞ്ഞിട്ടാണോ? അയാൾ തരണ്ടേ? അയാൾ ഒരു അൽക്കുലത്ത് പാർട്ടിയാണെന്നേ. അത് കേട്ടോണ്ട് താനിങ്ങി പോരാനും.
ഇനി അയാളുമായിട്ടുള്ള ഇടപാട് വേണ്ട. അത് പറഞ്ഞുതരാ മാപ്പിളയോട്. ഈ രാജ്യത്ത് വേറെ കൊപ്ര കച്ചവടക്കാരും ഇല്ലേ? അച്ഛനെന്നെ വിളിച്ചോ? ആ, നാളെ കോളേജിൽ വരാൻ എനിക്ക് നേരമില്ല. നീ തന്നെ ഈ കാശ് ഓഫീസിൽ കൊടുത്താ മതി. ഞാൻ പിന്നെ വന്ന് പ്രിൻസിപ്പളിനെ കണ്ടോളാം. എനിക്ക് വെളുപ്പിനെ വേറെ സ്ഥലം വരെ ഒന്ന് പോണം. ശരി അച്ഛാ. ഫാക്ടറിയുടെ പ്ലാനൊക്കെ അപ്രൂവ് ചെയ്ത് കിട്ടി. ബാങ്ക് ലോണിന്റെ കാര്യം അവർ ഏൽക്കുകയും ചെയ്തു. ഇനി എന്ന് വേണമെങ്കിൽ പണി തുടങ്ങാം. കമ്പിയുടെയും സിമെന്റിന്റെയും കാര്യം ഞാൻ അവറാച്ചനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ വേണ്ടെന്ന് വെച്ചാൽ അവരിറക്കി തരും. ഈ ആഴ്ച തന്നെ ആയിക്കോട്ടെ, ഇനി വൈകണ്ട. അപ്പോ ഈ ആഴ്ചയല്ലേ ശിവകുഞ്ഞ് ബോംബെക്ക് മറ്റു പോണെന്ന് പറഞ്ഞത്? അതിനെന്താ, അച്ഛനല്ലേ ഇവിടെ? എന്ന് വെച്ചാ ഇതെന്താ വല്ല കൊയ്ത്തോ തേങ്ങാവെട്ടോ മറ്റോ പോലാണോ? എനിക്കിതൊന്നും അത്ര പരിചയം പോരാ. വേണ്ട, അതിനൊക്കെ എഞ്ചിനീയറിംഗ് കോൺട്രാക്ടറും ഇല്ലേ. അച്ഛനവിടെ വെറുതെ സൈറ്റിൽ പോയി നിന്നാ മതി. വെറുതെ ഒരു മേൽനോട്ടത്തിന്. ഉടയക്കാരിലെ അവന്മാരെ ഉഴപ്പിക്കളയും. കൂട്ടിനും കണ്ടു നിന്നില്ലെങ്കിൽ ദൈവം പോലും നമുക്കിട്ട് വെച്ചു. അത് നേരാ, കാലം അങ്ങനത്തെയാ. അപ്പൊ ഞാൻ കുളിച്ചു വരാം. രാമനായരെ, ഓ, നാട്ടുകാർക്കൊക്കെ അസൂയ ശിവകുഞ്ഞിനോട്. അത് പിന്നെ ഒരാള് നന്നാവണ കണ്ട മറ്റുള്ളവർക്ക് സഹിക്കുവോ? നിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ ചിന്നു? എപ്പോ തൊട്ട് തുടങ്ങിയതാ? ഇനി ഓടിപ്പറിച്ച് ചെല്ലുമ്പോഴേക്കും ബസ് അതിന്റെ വഴിക്ക് പോകും. കഴിഞ്ഞു കിട്ടേ എന്നൊന്ന് വേഗം വാ. അയ്യോ, എന്റെ പേന കാണുന്നില്ലല്ലോ. നിന്റെ ഒരു പേനയും പെൻസിലും അതിന് അവിടെ വെച്ചോണ്ടോ? എന്റെ മോൾ അതൊക്കെ നോക്കി എടുത്തിട്ട് പതുക്കെ വാ, ഞാൻ പോണു. ശിവകുഞ്ഞ് എഴുന്നേറ്റില്ലേ മോളെ? എഴുന്നേറ്റു, കുളിക്കുക. ആ, ചിന്നു എവിടെ? അവൾ ഒരുങ്ങി കഴിഞ്ഞില്ല. ഓ, ഈ ചിറ്റയുടെ ഒരു ധൃതി. വാപ്പോ, ചോറ് മാത്രം മറന്നു വെച്ചിട്ടാ പോവാ. അയ്യോ, നിന്റെ കാര്യം കൊണ്ട് തോറ്റു ചിന്നു. വെറുതെയാണോ നിന്നെ പൊട്ടിക്കാളിന്ന് വിളിക്കുന്നത്? പിന്നെ അയ്യോ 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 അയ്യോ, എന്തായിരുന്നു ഇവിടെ? സത്യം പറഞ്ഞോ? ഇല്ലെങ്കിൽ നിന്റെ എനിക്കൊന്നും അറിയില്ല. അവനെ കുടിയിൽ ഇറങ്ങി കൊടുത്തില്ലേ കൊന്നു കളയെന്ന് പറഞ്ഞു. എല്ലാരും കൂടി എന്നെ എനിക്ക് എണീറ്റ് നിൽക്കാൻ കൂടി വയ്യ അമ്മാനെ. കഴിവുണ്ട് മോനെ. ഇവിടെ ഫാക്ടറി പണി ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോ മോണ പറയുന്നു. നിന്റെ സിലിണ്ടറിനെ അളിക്കളയും. ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങോട്ട് പോകാനേ അമ്മാനെ? ഓടേക്കാരൻ പറഞ്ഞ ഒഴിഞ്ഞു കൊടുക്കാതെ എന്നതിന് തന്ത വേണ്ട. അയ്യോ, യവനെ യവനെ വേണ്ട യവനെ. യവനെ എനിക്ക് ആരുമില്ല യവനെ. യവനെ എന്നെ കൊണ്ടുപോലെ യവനെ. അയ്യോ, എന്തിനാണ് യവനെ എന്നെ കൊണ്ടുപോലെ? അരുത്, ആ മനുഷ്യനെ കൊണ്ടുപോകരുത്. നീ ആരാ? സാർ, അയാൾ പാവമാണ്. ഇന്നലെ ശിവൻ നായരും അയാളുടെ വാടക കൊണ്ടുകളും കൂടി തല്ലിച്ചതച്ച് അയാളുടെ കുടിലിന് തീ വയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇനി നിങ്ങളും കൂടി ആ പാവത്തിനെ. അതല്ല ചോദിച്ചത്, താനാരാന്ന്? ഞാൻ ഹരിദാസൻ. ഈ പാവപ്പെട്ട മനുഷ്യരിൽ ഒരാൾ. വേറെ ഐഡന്റിറ്റി ഒന്നുമില്ല. അത് ശരി. ഞാനോടത്ത് കിരീടം വയ്ക്കാൻ പറഞ്ഞ രാജാവാണെന്ന്. പണ്ടുകാലം തൊട്ടേ ഇവരിവിടെ കുടികിടപ്പുകാരാ. അവർക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല. പാവങ്ങളാണവർ. ഞങ്ങളിപ്പോ അയാളെ കൊണ്ടുവന്നത് കൈയുടെ തരിപ്പ് തീർക്കാനല്ല, ഇതെന്റെ ഡ്യൂട്ടിയാണ്. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിലോട്ട് ഒന്ന് പറയൂ. ആ ചോദ്യം അവനെ ഇറക്കിക്കൊണ്ടുപോയി. ആര്? ആശാരി പരമേശ്വരന്റെ മോൻ ഹരിദാസൻ. ഏതായാലും അത് നമുക്കൊരു ഭീഷണിയാണ്. ജന്മേത് കാലം ചോദ്യം അവിടെ നിന്ന് കുടിയിറക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ അവന്റെ ഒരു നില. എസ്ഐയാണോ? ശിവനാര്, നിങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് ആ പ്രതിയെ ആരോ ഒരുത്തം വിളിച്ചിറക്കിക്കൊണ്ട് പോയെന്ന് കേട്ടത് നേരാണോ? നിങ്ങൾക്ക് നാണമില്ലേ മിസ്റ്റർ ഇതൊക്കെ പറയാൻ? നിങ്ങളുടെ ഈ കുണ്ടരിയോ എന്ന് എനിക്ക് കേൾക്കണ്ട. നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ അപ്പുറത്തുള്ളതുകൊണ്ട് ഞാൻ കാര്യം സാധിക്കും. നിങ്ങളൊന്നും പറയണ്ട. എന്തോ ആളുകൾ ഭക്ഷണം ഉണ്ടാക്കുന്നു. മാങ്ങാത്തൊലി. മിസ്റ്റർ, നിങ്ങൾ ഈ തൊപ്പി വയ്ക്കുന്ന കഷണ്ടി പറക്കാനാണോ? വലിയ കുൺസറായ ആയിട്ടല്ലേ അവന്റെ നടപ്പ്.
എനിക്കത് കാണുമ്പോ അങ്ങനെ അല്ലെങ്കിൽ എന്തിനാ പറയണേ? ഞാനൂല് പത്തി വിടർത്തുന്നതാ കാലം. അവനോട് പറഞ്ഞേരെ എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന്, അല്ലെങ്കിൽ അവന് ജാതകം കയറിപ്പോവും. ലോകം മുഴുവൻ വിപ്ലവം ഉണ്ടാക്കാൻ നടക്കുന്ന ശ്രമത്തിലാണെന്ന് കേട്ടു. അത് ശരി. അപ്പൊ സംഗതി പിണക്കത്തിലാണ്. കുടിയൊഴിക്കുന്നതിനെതിരായി സമരം ഉണ്ടാക്കിയെന്നോ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രതി ഇറക്കിക്കൊണ്ടു പോയെന്നോ എന്തൊക്കെയാ കേൾക്കുന്നത്? ഓ, അതാണ്. ഒരു പാവം മനുഷ്യനെ അടിച്ചിറക്കി അവന്റെ കുടലിന് തീ വെക്കാൻ തുടങ്ങുമ്പോ ബാക്കിയുള്ളവരെ അത് കണ്ട് നോക്കി നിൽക്കണം. വേണ്ട, കരക്കാരെ മുഴുവൻ കൂട്ടി വിപ്ലവം ഉണ്ടാക്കുക, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക. ഈ ലോകം ഒന്ന് നന്നാവട്ടെ. ദോഷം പറയരുതില്ല, അസലായിട്ടുണ്ട് പരിഹാസം. എന്റെ വിശ്വാസങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ. എന്ത് ചെയ്യാം, എന്റെ ഘടന അതാണ്. എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിച്ച് അവനവൻ നന്നാകാൻ നോക്കല്ല. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണ്. അയച്ച അപേക്ഷകളുടെ കാര്യത്തിൽ ഒരു സർവകാല റെക്കോർഡാണ് എന്റെ. എന്നൊന്നും പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. എന്നാൽ താൻ എനിക്കൊരു ജോലി വാങ്ങിത്താ. വാശി പിടിക്കല്ലേ, ഞാൻ ജോലി വാങ്ങിത്തരും. വരൂ. ഭഗവാനെ 1000. ആ വന്നോ? രാജ്യഭരണം കഴിഞ്ഞ് നീ അങ്ങോട്ടിരിക്കെ. ഞാൻ അറിയാൻ പാടില്ലഞ്ഞിട്ട് ചോദിക്കുക, നീ എന്തിനുള്ള പുറപ്പാടാ? പോലീസിനോടും മറ്റും കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. അത് മാത്രമാണോ? കൊള്ളാവുന്നവരൊക്കെ വെറുപ്പിച്ചിട്ട് നീ നാട്ടിൽ എങ്ങനെ ജീവിക്കും? ഞാൻ ആരെ വെറുപ്പിച്ചു എന്ന് അച്ഛനെ പറയുന്നത്? സിംഗപ്പൂരിൽ നിന്ന് വന്ന ആ ശിവനായരെ ആള് പെശകാണെന്ന ആളുകൾ പറയുന്നത്. എന്നോർത്ത് എല്ലാരും അയാളെ പേടിച്ച് ജീവിച്ചു കൊള്ളണമെന്ന് പറഞ്ഞാലോ? അതിന് നീ ഇതിനൊക്കെ നടക്കുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നേ. ഈ നാട്ടിൽ വേറെ ആളുകളില്ലേ? അവർക്കൊന്നും ഇല്ലാത്ത സങ്കടം നിനക്കെന്തിനാ? ഇതിനൊക്കെ നടക്കണ നേരം കൊണ്ട് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അന്വേഷിക്കടാ. നാളെ തൊട്ട് അച്ഛന്റെ കൂടെ ഞാൻ പണിക്ക് വരും. എന്റെ കൂടെ മരം നിറങ്ങാനാണോടാ ഞാൻ കഷ്ടപ്പെട്ട് നിന്നെ ഇതുവരെ പഠിപ്പിച്ചത്? ഓ, ഇതുവരെ തീർന്നില്ലേ? ഇങ്ങനെ കുറെ നോവലുകളുണ്ട്. എഴുതാനും മനസ്സിലാവില്ല, വായിക്കുന്നവർക്ക് മനസ്സിലാവില്ല. വലിയ മോഡേൺ ആണെന്നാ വെപ്പ്. ഞാനിത് വായിക്കാൻ നോക്കിയിട്ട് എനിക്ക് ഒരു രസവും തോന്നുന്നില്ല. നീ വായിക്കണ്ട, ദോഷം പറയരുതല്ലോ. നല്ല ആശയപ്പൊരുത്തമുണ്ട് നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഹരിയെങ്കിൽ ഈ ജാതി നോവലുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത് കൊണ്ട് തെരഞ്ഞിട്ടേക്ക്. ഓ, കിടന്ന് കൂവി വിളിച്ചോ? ഓ പിന്നെ, അല്ലെങ്കിൽ ഇതൊന്നും ആരും അറിയില്ലെന്നാ വിചാരം. എന്താ പെണ്ണെ, ഞാൻ പറയണോ? എന്റെ ഈശ്വര, ഈ ചിന്നിന് എന്താന്നുണ്ടോ? സ്നേഹം ഒരു കിഴുക്ക് വെച്ചെന്നാലുണ്ടല്ലോ. പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. നീ ഉറങ്ങാൻ വരുന്നുണ്ടോ? ഈ ചിറ്റയ്ക്ക് ഒരു അവാർഡ് കൊടുക്കണം. ഹരിയങ്ങളുടെ ഉള്ളിൽ ഒരു റൊമാൻറ്റിക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചതിന്. വാ, ഒരു ദിവസം എന്റെ കയ്യിൽ ഹരിയങ്ങൾ കൊടുക്കാൻ തന്ന എഴുത്തിൽ ചിറ്റ എഴുതിയിരുന്നില്ലേ? അത് നേരാ. ജാതി മതം ഒന്നും കാര്യമല്ല, സ്നേഹ. നഗരത്തിൽ സാറോട്ടല്ലോ എന്റെ പൊന്നാശാനെ, നമുക്ക് വേണ്ട കോളം മഹാ തൊന്തര വന്നേ. ഇവിടെ ഒരു ഫാക്ടറി ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ട എന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞാൻ. ഊവന്നെ ലോണൊക്കെ സംഘടിപ്പിക്കുന്നത് ഈസിയാ. അതല്ല ആശാനെ, പിന്നെ കണ്ട ആപ്പവപ്പുകളൊക്കെ നമ്മുടെ മുമ്പിൽ കിടന്ന് വാല് വെക്കും. നേതാവ്, യൂണിയൻ, എന്റെ സ്വഭാവത്തിന് അതൊക്കെ എന്റെ ശരി ചെറുക്കനെ. അപ്പേ ഞാനങ്ങോട്ട് പിന്നെ വിളിക്കാം. ഇവിടെ ചെറിയൊരു എമർജൻസി. ഞാനാ പുറത്തേക്കാം. ആ മിസ്റ്റർ ഹരിദാസനോ? ഇരിക്കും. വേണ്ട, എന്തിനാ വിളിച്ചതെന്നറിഞ്ഞാൽ? ആ ഇരിക്കുന്നേ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ജാതിക്കാര് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയില്ല. ഇപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ? എനിക്ക് അല്പം ധൃതിയുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം നിങ്ങൾ ബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്.
അതുകൊണ്ടാ വിളിപ്പിച്ചത്. വെറുതെ കിടന്ന് ബഹളം വെച്ച് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നത് കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? സാർ ആരുടെ കാര്യമാണ് പറയണേ? ഞാൻ ഇവിടെ ഒരു ഫാക്ടറി പണിയാൻ ആലോചിച്ചത് ഇവിടുന്ന് സ്വർണം കുഴിച്ചെടുക്കാമെന്നുള്ള മോഹം കൊണ്ടൊന്നുമല്ല. അത്രയും റിസ്ക് ഇല്ലാത്ത എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ഇതിനേക്കാൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാനും എനിക്കറിയാം. പക്ഷെ ഞാൻ ഓർത്തത് അതല്ല. ഇവിടെ കുറെ ആളുകൾക്ക് തൊഴിലാകും, അവർക്ക് ജീവിക്കാനൊരു മാർഗം. പക്ഷെ നിങ്ങളത് സമ്മതിക്കില്ല എന്ന് വെച്ചാൽ? ആര്? ഞാനോ? പിന്നല്ലാതെ. ഞാൻ ആ പെലഞ്ചോതിയെ കുടിയിറക്കിയെന്നും പറഞ്ഞ് നിങ്ങളല്ലേ നാട്ടുകാരെ വിളിച്ചു കൂട്ടി വെള്ളം വെച്ചത്? ഓ അതാണോ? നിങ്ങളെപ്പോലെ ബുദ്ധിയും വിവേകമുള്ള ഒരാളങ്ങനെ ചെയ്യാമോ? ആർക്കാ അതിന്റെ നഷ്ടം? ഇനി ഇപ്പൊ അവിടെ ഒരു ഫാക്ടറി പണിതില്ല എന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ പട്ടിണി ആവൂലല്ലോ. സാറിന് മനുഷ്യന്റെ സങ്കടം മനസ്സിലാവും. പണ്ട് തൊട്ടേ അവരവിടെ കുടികിടപ്പുകാരാ. അവരെങ്ങോട്ട് പോവും? മനുഷ്യന് മരക്കൊമ്പത്ത് കൂടി വയ്ക്കാനൊക്കെ. എന്നിട്ട് തെമ്മാടികൾ വിട്ട് ആ പാവത്തിനെ തല്ലി ചതയ്ക്കുക, ആ പാവത്തിന്റെ വീടിന് തീ വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങളെപ്പോലെ അറിവിന് ലോകപരിചയമുള്ള ഒരാൾ അങ്ങനെ ചെയ്യാവോ? അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആരും എന്നെ പഠിപ്പിക്കണ്ട. എനിക്കറിയാം. ഇത്ര നിസ്സാരമായ ഒരു പ്രശ്നം അത്രത്തോളം കൊണ്ടുപോകാമെന്നറിയാനാ വിളിപ്പിച്ചത്. സാർ ഒരു കാര്യം ചെയ്യും, അവർക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു വീടുണ്ടാക്കി കൊടുക്കുക. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ഞാൻ എന്താ സർക്കാരിന്റെ അളിയനോ? നാട്ടുകാർക്ക് കൂടെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് എന്തെങ്കിലും തുടങ്ങാന്ന് വെച്ചാൽ സമ്മതിക്കുകയില്ല. കേൾക്കാൻ കൊള്ളാവുന്ന ഒരു തമാശയുണ്ട്. കോഴികളുടെ ക്ഷേമത്തിന് വേണ്ടി കുറുക്കനൊരു കോർപ്പറേഷൻ ഉണ്ടാക്കുന്നു. എന്നാട്ടെ? എന്നാട്ടെ. എങ്ങനെയായി? എന്താണ്? ഞാൻ പറഞ്ഞില്ലേ ഇതിനൊക്കെ ആ മരുന്നേ പറ്റുള്ളൂ. പാഞ്ചാലി എന്നൊരു പെണ്ണിനെ കണ്ടിട്ട് പഞ്ചബാണാർത്തി പിടിപെട്ടു. നിങ്ങൾ അങ്ങഞ്ചു പേരും ചെന്നു കൈക്കൂ പിടിച്ചതും കല്യാണിയാ. വാ വാ വാണി, ഞാനെന്ന് ആരെയാണാവോ കണി. എത്ര ദിവസമായിരിയോ ഞാൻ നിങ്ങളെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? എന്താ കല്യാണി വിശേഷം? വിശേഷോ? ഒന്നും അറിയാത്ത പോലെ. ഇല്ലാത്ത എന്താ ഉണ്ടായേ? അത് ഇപ്പൊ ഒന്നും ഉണ്ടായതല്ല. വർഷം 10-17 നിങ്ങൾ ഇങ്ങനെ വലിയ യോഗ്യനായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു മകളുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 10-17 വയസ്സ് വരെ ഒരു പെൺകുച്ചിനെ വളർത്തിക്കൊണ്ട് പാടെന്തുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതിന് പുറമെ നാട്ടുകാരുടെ ഇതൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾ നിന്റെ സംബന്ധക്കാരെ ഇട്ടേച്ച് പോയത് എന്റെ കുറ്റ. ഇട്ടേച്ച് പോയെങ്കിലേ ഈ പറയുന്ന ആളെന്തിനാ ഒളിച്ചും പാത്തും വന്നേ? നീയല്ലേ കല്യാണി ചിട്ടി പരിപാടികളുമായിട്ട് എന്നെ വിളിച്ച് കയറ്റിയേ? ചിട്ടി വെക്കുന്നത് എന്റെ തൊഴിലാ. നിങ്ങൾ എന്തിനാ അതിന്റെ പേരും പറഞ്ഞ് ചിറ്റം കൂടാൻ വന്നേ? നീ എന്ത് വായിച്ചോണ്ടാ കല്യാണി? ഞാൻ ഇന്ന് രണ്ടും കൽപ്പിച്ച. ഇത്രയും നാള് ഞാൻ സഹിച്ചു. ഇനി എന്നെ കൊണ്ട് വയ്യ. പെൺകൊച്ചിന് പ്രായമായി. അവളെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കണ്ടേ? ഞാനേതും അറിഞ്ഞില്ലെന്നും പറഞ്ഞ് നിങ്ങൾ നടന്നാ പോരാ. അല്ലെങ്കിലേ തേവരുടെ നടക്ക് ആണയിട്ട് പറ എന്റെ മോളെ നിങ്ങളതല്ലെന്ന്. ഒന്ന് പതുക്കെ പറ കല്യാണി, വല്ലോരും കേൾക്കും. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. ഇത്രയും നാൾ ആരും ഇത് അറിയായിരുന്നാ കുഴപ്പം. എല്ലാരും അറിഞ്ഞത് ചെയ്യാൻ പറ്റുമോ? എന്റെ ഭാര്യ അറിഞ്ഞാൽ ചതിക്കല്ലേ കല്യാണി? അറിഞ്ഞാലെന്താ? ഞാൻ എന്റെ മോളെയും വിളിച്ചോണ്ട് ഞാൻ അങ്ങോട്ട് വരും. ചിട്ടിക്കല്യാണിയെ ആളൊരു പെശക. അയ്യോ, ഇപ്പൊ അയ്യോ അയ്യോന്നൊന്നും പറയണ്ട. നേരത്തെ ഓർക്കേണ്ടിയിരുന്നു. ഞാനൊന്ന് പോട്ടെ കല്യാണി. മര്യാദയ്ക്ക് എന്റെ വീട്ടിലേക്ക് വാ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇന്ന് ശരിപ്പെടുത്തും. മനുഷ്യ പോലെ ഇരുന്നോണ്ട്. ഓഹോ, രാവിലെ കുളിച്ചു കൊഴുത് വിശുദ്ധിയായിട്ടാണല്ലോ. അമ്പലത്തിൽ പോവാത്ത ആളിന് അതൊന്നും അറിയില്ല. എല്ലാരും കൂടി ചെന്ന് ആവലാതി പറയുമ്പോ ഭഗവാൻ വിഷമിച്ചു പോവല്ലോ എന്ന് ഓർത്താ ഞാനൊരാൾ ഒഴിവായാൽ അത്രയും. ഇന്ന് ചിന്നുവിന്റെ പിറന്നാളാണ്. ആഹാ, എന്നാലും നേരത്തെ പറയണ്ടേ? പിറന്നാളായിട്ട് എനിക്ക് എന്താ തരുന്നേ? അതുമല്ല, എന്റെ പിറന്നാൾ എനിക്കല്ലേ സമ്മാനം തരണ്ടേ? അത് കൊച്ചു പിള്ളേർക്ക്. ഇതൊരു വലിയ കാട്ടുപെണ്ണ്. ഓ പിന്നെ ഒന്നുമില്ലെങ്കിൽ ശകലം പ്രസാദമെങ്കിലും എന്താ? യുക്തിവാദി ചന്ദനം തൊടുവോ? ചന്ദനം തൊടുന്ന തലവേദനയ്ക്ക് നല്ലതാണെന്നാ പറയുന്നത്. അതിന്റെ ഒരു കുളിർമ, സുഗന്ധം, അതൊരു പ്രത്യേകത തന്നെയാ. ഹായ്, സ്റ്റൈലായിട്ടുണ്ട്. കൊളക്കോഴി കുളിക്കിട്ട പോലെ. ഈ ചിന്നിന്റെ ഒരു ഞാൻ ഹരിയങ്കളോട് ഒരു തമാശ പറയുമ്പോ ഈ ചിറ്റയ്ക്കാ തയ്ക്കാത്ത. ഓ, ഒരു വലിയ തമാശക്കാരി. സുഭദ്ര പുസ്തകം വായിച്ചു തീർത്തോ? കുറച്ചുകൂടി ബാക്കിയുണ്ട്. നാളെ എവിടെയായി കൊടുത്തയക്കാം. പുസ്തകമല്ലാതെ അതിന്റെ ഉള്ളിൽ നോ എൻക്ലോസേഴ്സ് പ്ലീസ്.
എന്താ താല്പര്യമുണ്ടോ? ഇത് ഫൈനൽ ഇയർ ആണ്. ഇനി ഇതൊക്കെ വായിച്ചോണ്ടിരുന്നല്ലോ. ഹെർമൻ ബ്രോക്കിന്റെ ദി ഡെത്ത് ഓഫ് വെർജിൽ ക്രിട്ടിക്കുകൾ പറയുന്നത് ഇതൊരു ഗ്രേറ്റ് വർക്കാണെന്നാണ്. ഇറ്റലിക്കും യൂഗോസ്ലേവിയയ്ക്കും ഇടയ്ക്കുള്ള ഏബ്രിയാറ്റിക് സമുദ്രത്തിൽ 7 കപ്പലുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. റോമൻ ചക്രവർത്തി അഗസ്റ്റസ് സീസർ ഗ്രീസിൽ നിന്നും ഇറ്റലിയിലേക്ക് വരുന്ന വരവാണിത്. ആ 7 കപ്പലുകളിലൊന്നിൽ മഹാനായ കവി വെർജിൽ അവശനായി കിടക്കുകയാണ്. വെർജിലിന്റെ മുഖത്ത് മരണം മുദ്രയിട്ടിരിക്കുന്നു. ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയ്ക്ക് അതിന്റെ പൊരുളന്വേഷിക്കുന്ന ഒരു കവിയുടെ മഹാമനസ്സ്. ചിലപ്പോ തോന്നും എന്തിനും ഇതൊക്കെ വായിക്കുന്നുവെന്ന്. വേറെന്താ ചെയ്യുക? സത്യത്തിൽ ഇതൊക്കെ വായിച്ചിട്ടാണ് ജീവിതത്തിന്റെ കയ്പിയ മറക്കുന്നത്. എന്റെ ഹൃദയത്തിന് എന്ത് പിടച്ചിലാണെന്നറിയാമോ? ഓരോ ദിവസം കൂടുമ്പോഴൊന്ന് കണ്ടില്ലെങ്കിൽ. പുറമേ കണ്ടാൽ ലക്ഷണമൊത്ത ഇന്റലക്ച്വൽ റവല്യൂഷണറി, അകത്തോ ശുദ്ധ റൊമാൻറ്റിക്. നീ 7ാം സ്വർഗത്തിൽ നിൽക്കുമ്പോ ഒരു വഴിയാത്രക്കാരൻ നിന്നോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ താഴേക്ക് ഇറങ്ങി വന്ന് അയാൾക്കത് നൽകുക. നീ ഒരു വിശുദ്ധനാണെങ്കിൽ പോലും. വായിച്ച പുസ്തകങ്ങളിലെ വാക്യങ്ങൾ ഉരുവിട്ടോണ്ടിരുന്നാ മതി. എന്റെ ഈശ്വര, ഓർക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. പേടിയോ? മറ്റുള്ളവർ അറിയുമ്പോ നമ്മുടെ മേൽ പൂക്കൾ വിതറി അനുഗ്രഹിക്കുമെന്ന് ഓർത്തല്ലല്ലോ സ്നേഹിച്ചത്, ആണോ? എതിർപ്പുകൾ ഉണ്ടാവും, ധാരാളം. എങ്ങനെ അതിനെ നേരിടുമെന്നോർത്ത് ഇപ്പോൾ ആധിയെടുക്കണ്ട. എന്തിനും തയ്യാറാകേണ്ടി വരും. അയ്യോ, നേരം. പേടിക്കണ്ട, ഞാൻ കൊണ്ടുവിടാം. ആ മോനെ, നീ എവിടെ പോണോന്ന് പറഞ്ഞിട്ട്? പോയിട്ട് വിശേഷമൊന്നുമില്ല. പിന്നെന്തിനാ വെറുതെ വണ്ടിക്കൂലിയും ചെലവാക്കി? എന്നാലും ഒന്ന് പോയി നോക്കായിരുന്നില്ലേ? ഏത് നേരത്താ ദൈവം കണ്ണോർക്കുന്നതെന്ന് ആർക്കറിയാം? എനിക്ക് വയ്യ, മടുത്തു. ഓരോ ശുംഭന്മാരുടെ മണ്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ മോൻ ചെല്ല്. അച്ഛൻ എനിക്ക് വേണ്ടി ചിലവാക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ. എടാ, ഞാൻ കഷ്ടപ്പെടുന്നത് വേറെ ആർക്കും വേണ്ടിയല്ല, എന്റെ മോന് വേണ്ടിയാ. എനിക്കതിൽ സന്തോഷമാ. നിനക്കിപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ കഷ്ടപ്പാടിനുണ്ടാ ഒരു സുഖം. അച്ഛന്റെ മോൻ ചെല്ലേ.
അവിടെ നിക്കു ചിന്നു പിടയ്ക്കാതെ. പതുക്കെ ചിട്ട് എനിക്ക് നോവുന്നു. പിന്നെ നോവുന്നു. സൂക്ഷിക്കയില്ല. ഒരു മിനിറ്റ് അങ്ങോട്ട് നോക്ക്. മുടിയൊക്കെ ജട പിടിച്ചിരിക്കുന്നു. അച്ഛനെ വിളിച്ചോ? ആ ഇരിക്കെ. സുഭദ്രയുടെ കല്യാണക്കാര്യമാ. അവർക്ക് വലിയ താല്പര്യം. നമ്മൾ എന്താ അവരോട് പറയണ്ടേ? കണ്ടയിടം കൊണ്ട് ഇതങ്ങ് നടത്തിയാലോ എന്നാ ആലോചന. അതിനിത്ര ധൃതി വെക്കണം. അവളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് പോരെ? അവർക്ക് എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ. വേറെ എങ്ങാണ്ടെന്നൊക്കെ വലിയ ആലോചനകൾ വന്നതാ. പക്ഷെ അവർക്ക് ഇതാ ഇഷ്ടപ്പെട്ട്. നല്ല കുടുംബക്കാര്, തറവാട്ടുകാര്. ചെറുക്കനാണെങ്കിൽ ഏതാണ്ട് വലിയ ഉദ്യോഗവും, നല്ല സ്വഭാവം. ഇത്രയൊക്കെ ഒത്തുകിട്ടാൻ പ്രയാസമാ. ഈ പഠിപ്പും പരീക്ഷയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടും ആകാലോ. സുഭദ്രയുടെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു. അവളുടെ ഇഷ്ടം എന്താണെന്ന് നോക്കിയിട്ടാണോ? ശിവനോട് ആലോചിച്ചിട്ടാകാമെന്ന് കരുതിയ. അല്ലെങ്കിൽ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തേനെ. എന്നാ പിന്നെ അതങ്ങ് ഉറപ്പിക്കാനല്ലോ. ആ ഒരു ചുമതല തീർത്താൽ അത്രയും സമാധാനമായി എനിക്ക്. സുഭദ്രേ, എന്താ നിനക്ക്? എന്തു പറ്റി? എന്താ മിണ്ടാത്തെ? എന്റെ ഉള്ളിൽ തീയാണ്. അതിന് സുഭദ്ര എന്തിനാ വിഷമിക്കുന്നത്? സുഭദ്രയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? എന്റെ സ്നേഹത്തിൽ വിശ്വാസമില്ലേ? ഇല്ലാതെ. എന്നാൽ ധൈര്യമായിരിക്കും. ഈ എതിർപ്പുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ നമ്മൾ സ്നേഹിച്ചത്. ഓർത്തിട്ട് എനിക്കൊരു സമാധാനമില്ല. ഏതോ പ്രണയകഥയിലെ നിരാശരായ കാമുകിമാരെ മറന്നുകള. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എന്താടോ? കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനം ഒക്കെ തകർന്നു. കാര്യം പറ. അവിടെ ഇവിടെ ആളുകൾ പറയുന്നത് കേട്ടപ്പോ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇന്ന് ഞാൻ എന്റെ കണ്ണ് ദൃഷ്ടിയാ കണ്ടു. കാര്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞ് കഴിവേറടോ. ഇവിടുത്തെ സുഭദ്രകുഞ്ഞും ആ ആശാരി പരമേശ്വരന്റെ മകൻ ഹരിദാസനും തമ്മിൽ തമ്മില് സ്നേഹം. ഞാൻ അതെങ്ങനെയാ പറയാ? ഞാൻ അതിലേങ്ങോട്ട് വരുമ്പോ ഇവിടുത്തെ കുഞ്ഞിനിങ്ങനെയൊക്കെ തോന്നാൻ എന്റെ ഈശ്വര, ഇതിൽ പല ഒരു നാണക്കേട് പറയാനുണ്ടോ? സുമംഗലേ, ഞാനിവിടുണ്ട് അച്ഛാ. കേട്ടില്ലേ വിശേഷം? എവിടെയാണ്? അവളെത്തിയിട്ടില്ല. ഒന്നുകളയും ഞാൻ. ഈ തറവാട്ടിലെ കുഞ്ഞിന് ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നാൻ തീണ്ടപ്പാടകലെ നിൽക്കേണ്ട ഒരുത്തനെ. മെലഡി എവിടെ? എവിടെയായിരുന്നു നീ? ഞാൻ ഈ കേൾക്കുന്ന നോക്ക് നേരാണോ? എന്നാലും ഒന്നും വിടാത്തെ ഇറങ്ങിപ്പോയോ? നീ കോളേജിൽ പോകുന്നത് പഠിക്കാനോ അതോ ഇന്ന് ഇവിടെ കൊന്നിട്ട് തന്നെ കാര്യം? അച്ഛാ, അച്ഛനൊന്ന് സമാധാനിക്കേ. ഇനി അച്ഛനും കൂടി ഒച്ച വെച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? ഇനി ആരാ അറിയാത്തത്? ഇവ കാശേരിയുടെ മോനെ കണ്ടുള്ളൂ. ഈ മുറ്റത്തിന്റെ പടി കയറാൻ യോഗ്യതയുണ്ടോ അവന്? വെച്ചേക്കരുത് ഇവിടെ. നീ വാ. പഠിക്കാൻ വിട്ടതിന് ദോഷം. ഇനി പടിക്ക് പുറത്തിറങ്ങിയാൽ അന്ന് എന്റെ കച്ചവടം തീർക്കും ഞാൻ.
അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. സംഗതി ആകെ പോറായി പോയി. അച്ഛൻ പെട്ടെന്ന് അങ്ങോട്ട് അല്ല, അവൾ കാണിച്ചു ബഹുമതിയല്ലേ. ഞാൻ ഇടിയിൽ ചെന്ന് വീണില്ലെങ്കിൽ അച്ഛൻ കൊന്നേനെ അവളെ. ഈ ലോകത്ത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല പൊട്ടിത്തെറിക്കാൻ. ഒരു പ്രായത്തിൽ ആണും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെടുകയും പ്രേമിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ അത് കൈകാര്യം ചെയ്യുന്ന രീതി അവിടെയാ തെറ്റിപ്പോയത്. ഇനി ഏതാലോചിച്ച് തലമുണ്ടാക്കണ്ട. ഹരിയോ, പ്ലീസ് കം. അങ്ങോട്ട് ഇരുന്നാട്ടെ. അപ്പേ ഞാൻ ഹരിയെ വിളിപ്പിച്ചത് സ്വല്പം ഗൗരവമുള്ള ഒരു സംഗതി ഡിസ്കസ് ചെയ്യാനാണ്. തിരക്കൊന്നുമില്ലല്ലോ? ഇല്ല. എന്താ കുടിക്കാൻ വേണ്ടി? ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട. അപ്പേ ഹരി, സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. സുഭദ്രയും ഹരിയും തമ്മിലുള്ള റൊമാൻസ്. ഞാൻ ആരും കുറ്റപ്പെടുത്തുകയല്ല. ചെറുപ്പക്കാരാകുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ത്രില്ല് ഉണ്ടായില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വേണം കരുതാൻ. പക്ഷേ അതിനിടയ്ക്ക് വന്നുപെടുന്ന പൊരുത്തക്കറികൾ മനസ്സിലാക്കുന്നത് നല്ലതാ. അതായത് ഈ റൊമാൻസിനും അഡ്വഞ്ചറിനും ഒക്കെ അപ്പുറത്ത് ഒരു കടമ്പ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുള്ളൂ? ഇല്ല. അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ അമ്മായിപ്പന് ഈ മാമൂലികളിലും പാരമ്പര്യങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു പഴഞ്ചനാണ്. മൂപ്പിൽസിന് ഈ പുരോഗമനം ഇംഗ്ലാവൊന്നും മനസ്സിലായത്. ഈ വയസ്സുകാലത്ത് ആ മനുഷ്യന്റെ മനസ്സിൽ നമ്മൾ എന്തിനാ വിഷമിപ്പിക്കുന്നത്? ആരും അതൊക്കെ മറന്നുകളാ. എന്താ ഞാൻ പറയുന്നത് സാറിന് മനസ്സിലാവും. സ്നേഹിക്കുമ്പോ അതിനു നേരെ വരാവുന്ന എതിർപ്പുകളെ കുറിച്ചൊന്നും ഓർത്തില്ല. സമൂഹത്തിന്റെ വിശ്വാസങ്ങൾക്കും അളവ് തൂക്കങ്ങൾക്കും ഒപ്പിച്ചല്ലോ സ്നേഹം. അല്ല, ഇതേതെങ്കിലും കടവിലെടുക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? എങ്ങനെ? സാറും കൂടി മനസ്സ് വെക്കുകയാണെങ്കിൽ സംഗതി എളുപ്പമാണ്. നിന്നെ ഞാനിവിടെ വിളിച്ചു വരുത്തിയ സംബന്ധം ആലോചിക്കാണെന്ന് വിചാരിച്ചോ? ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പെൺകുട്ടിക്ക് പറ്റിയ അബദ്ധം തിരുത്തേണ്ടത് എന്റെയും കൂടെ ചുമതലയാണ്. അതൊന്നും മര്യാദയ്ക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ അവൻ അത്രയ്ക്ക് പോകാൻ മതി, നിർത്ത്. എന്തിനാ മറ്റുള്ളവരെ പറയണേ? അതിനേക്കാളൊക്കെ കാടും പടലും നിങ്ങളുടെ മനസ്സിലുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, തടി കിടക്കാക്കരുത്. നീ എന്ത് കണ്ടിട്ടാ ഞങ്ങളെയൊക്കെ അടിച്ചതിനകത്ത് കയറാനുള്ള യോഗ്യത നിനക്കൊണ്ടടാ? നിലവിറക്കുള്ളിൽ കൊടുങ്കാറ്റടിക്കുമ്പോ നിങ്ങൾ നിങ്ങളെ അറിയും, ഒരു മാറാലയായിട്ട്. ഓ, കാണാം. എത്ര പ്രാവശ്യമായി ഞാൻ വന്ന് വിളിക്കുന്നു? കഴിഞ്ഞില്ലേ തോറ്റം? വാ, എഴുന്നേൽക്ക്. വന്ന് വല്ലതും കഴിക്കേ. പഷ്ണി കിടന്ന് ചാകാനാണോ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്? അച്ഛൻ പറയുന്നതാണ് കുറ്റം. നിനക്ക് ഈ ദുർബുദ്ധി തോന്നാൻ എന്താ? എന്റെ ഈശ്വര, അച്ഛന്റെ സ്വഭാവത്തിന് നിന്നെ തല്ലിക്കൊല്ലുന്ന ഭാഗ്യം. എന്റെ മോള് സങ്കടപ്പെടാതെ. അച്ഛൻ പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. പെൺകുട്ടികൾക്ക് ഇത്രയും വാശി പാടില്ല. നീ എന്താ ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കാത്തെ? അച്ഛൻ വീട്ടിൽ നിന്ന്? അതെ, അവര് 11:30 വരുമെന്നാ പറഞ്ഞേ. അന്നേരം ശിവകുഞ്ഞും വേണം. അവരോട് കാര്യങ്ങൾ പറയാൻ വേറെ ആരാ? ഇനിയിപ്പോ എന്ത് പറയാനാ? ജാതകം കൂടെയുടെ ആ ചടങ്ങ് നടത്തണം, അത്രയല്ലേ ഉള്ളൂ. അത് എന്നാലും എനിക്ക് വർക്ക് സ്പോട്ട് വരെ ഒന്ന് പോകണം. ഇന്ന് കോൺക്രീറ്റിന്റെ പണി തുടങ്ങുക. എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്. എന്നാലും അവർ വരുമ്പോ ആരെങ്കിലും പറഞ്ഞാച്ചാ മതി. ഞാൻ കടയിൽ നിന്ന് ശരി. ചിന്നുവിനെ കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. ഒരു വിശേഷം പറയാനുണ്ട്. അറിഞ്ഞില്ലേ?
ചിറ്റയുടെ വിവാഹം ഉറപ്പിച്ചു. ചിറ്റ എപ്പോഴും കരച്ചില്ല. ഞാൻ അറിഞ്ഞു. എനിക്കൊരു ജോലി കിട്ടി. മുമ്പൊക്കെ ആണെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്തായിരുന്നു. പക്ഷെ ഇപ്പൊ ആ പേടിയില്ല. പറക്കാനൊരു ചിറക് കിട്ടി. ചിന്നൊരു സഹായം ചെയ്യണം. ഈ കത്ത് ചിറ്റയുടെ കൈ കൊടുക്കണം, ആരും കാണാതെ. ഇവിടെ വാടി. വേറെ എടുക്കണേ. എടുക്കാനാ പറഞ്ഞത്. കൊല്ലും നിന്നെ ഞാൻ. തിങ്കളാഴ്ച രാത്രി 11 മണിക്ക് മകളോട് അമ്പലത്തിന്റെ മുമ്പിൽ ചെല്ലാൻ കാമുകന്റെ നോട്ടീസ്. ഞങ്ങളുടെയൊക്കെ മുഖത്ത് കരുവാരിത്തേച്ചിട്ട് നിനക്ക് അവന്റെ കൂടെ ഒളിച്ചോടണം അല്ലേ?
ഹൃദയത്തിൻ ചന്ദനച്ചിതയിൽ സ്വർണ്ണ ചിറകുള്ള ശലഭങ്ങൾ വീണെരിഞ്ഞു. അവയെന്റെ സ്വപ്നങ്ങളായിരുന്നു, അരുമയ മോഹങ്ങളായിരുന്നു. ഹൃദയത്തിൻ ചന്ദനച്ചിതയിൽ സ്വർണ്ണ ചിറകുള്ള ശലഭങ്ങൾ വീണെരിഞ്ഞു. ഓർക്കുമ്പോൾ തമാശ തോന്നുന്നു. ഇന്നലെ ഈ നേരത്ത് നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കതിർ മണ്ഡപത്തിൽ വെച്ച് പരസ്പരം മാലയിടുന്നു, ഭാര്യ ഭർത്താക്കന്മാരാകുന്നു. ജീവിതം തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഫോട്ടോ കണ്ടപ്പോഴേ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അതും കൊണ്ട് ബീച്ചിലും പാർക്കിലും ഒക്കെ നടപ്പായിരുന്നു. ഒരു റൊമാൻസിന്റെ കുറവുണ്ടായിരുന്നത് ഞാൻ അങ്ങനെ പരിഹരിച്ചു. സത്യം പറയട്ടെ, ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സുന്ദരിയാണ് എന്റെ ഭദ്ര. ഭദ്രേ, സുഭദ്രേ, ഇരിക്കൂ, കാപ്പി കുടിക്കാം. ഞാൻ പിന്നെ കഴിച്ചോളാം. നമ്മൾ തമ്മിൽ ഫോർമാലിറ്റീസ് ഒന്നും പാടില്ല. ഇന്നലെ വരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു വൈപ്പും തീറ്റിയും. പിന്നെ ഞാൻ 2 ആഴ്ചത്തേക്ക് കൂടി അവധിക്ക് ശ്രമിക്കാം. ഹണിമൂണിന്റെ പേരിൽ എവിടെയെങ്കിലും ചുറ്റിക്കിറങ്ങാം. ഭദ്രയ്ക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ഥലം കാണാൻ ആഗ്രഹമുണ്ടോ? ഈ പെൺപിള്ളേർക്ക് വിവാഹത്തിന് മുമ്പ് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്നലെ മുതൽ ഞാൻ വാതോരാതെ സംസാരിച്ചോണ്ടിരിക്കുക. ഭദ്ര മൗനം. വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ സങ്കടമായിരിക്കും അല്ലേ? വൈകുന്നേരം ആഹാരം ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ നേരത്തെ വരാം. നമുക്ക് പുറത്തു പോയി കഴിക്കാം. ഞാൻ മറന്നുപോയി മിടുക്കി. ചാരം മൂടിയ ചന്ദനച്ചിതയിൽ ആരും കാണാ കനലുകളാ. ചാരം മൂടിയ ചന്ദനച്ചിതയിൽ ആരും കാണാ കനലുകളാ.
ഇനി അവശേഷിപ്പതൊന്നു മാത്രം, ഒരു പിടി ഓർമ്മകൾ അത്രമാത്രം. ഒരു നാളും കാണാത്ത പൂക്കണികൾ, വെറുതെ കൊതിച്ചതിന്നോർമ്മ മാത്രം. ഹൃദയത്തിൻ ചന്ദനച്ചിതയിൽ സ്വർണ്ണച്ചിറകുള്ള ശലഭങ്ങൾ വീണെരിഞ്ഞു. കല്ലെറിഞ്ഞെന്റെ തേന്മാവിൽ നിന്നായിരം കിളികൾ പറന്നുപോയി. ആരോ കല്ലെറിഞ്ഞെന്റെ തേന്മാവിൽ നിന്നായിരം കിളികൾ പറന്നുപോയി. ചിറകു തളർന്നൊരു പക്ഷി മാത്രം തിരികെ ചില്ലയിൽ വന്നിരുന്നു. ഒരു മാന്തളിരിനെത്തേൻ കനിയേ, വെറുതെ ഇനിയും കിനാവു കാണാം. അരമണിക്കൂർ മുമ്പേ ഓഫീസിൽ ചാടി. ഉച്ചയ്ക്ക് എന്നെ സ്കൗട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാ. സാമാന്യ ഒരു വലിയ നുണ കാച്ചിട്ടും ഏറ്റില്ല. ആ കിഴവൻ സൂപ്രണ്ടിന് നവവധുവിനെ വീട്ടിലാക്കിയിട്ട് പോകുന്ന ചെറുപ്പക്കാരന്റെ ഹൃദയവികാരങ്ങൾ അറിയോ? ആ ഇനി ഹോം സിക്നെസ്സും കൊണ്ടിരിക്കുന്നത് ഒരു പഴഞ്ച ഏർപ്പാടാ. ഒരല്പം ചിയർഫുൾ ആയിരിക്കും പ്രിയേ. ആട്ടെ, നമുക്കൊരു ഔട്ടിങ്ങിന് പോകാം. ബീച്ച്, മ്യൂസിയം, പാർക്ക്, ഫിലിം, ഏതാ ഭവതിക്ക് ഇഷ്ടം? ഏതായാലും താൻ റെഡി ആയിക്കോ. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ? സുഭദ്രേ, എന്ത് പണിയാണിത്? താൻ ഇതുവരെ ഒരുങ്ങിയില്ലേ? അവയെ വരുന്ന ഇല്ല, ഞാൻ വരുന്നില്ല. എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. എന്ത് പറ്റി? വല്ല അസുഖമാണെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം. അതിന് മാത്രം ഒന്നുമില്ല. തനിച്ചിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാകും. പുറത്തേക്കൊന്ന് ചുറ്റി അടിക്കുമ്പോ വരുന്നേ. വേണ്ട, മധുട്ടം പൊയ്ക്കോളൂ. ഞാൻ തനിച്ചോ? അതിലെന്താ രസം? എന്റെ ആര്യപുത്രിയെ ബൈക്കിന് പുറകിലിരുത്തി ഈ ലോകം ഒന്ന് ചുറ്റണമെന്നായിരുന്നു എന്റെ പ്ലാൻ. തനിക്ക് മൂടില്ലെങ്കിൽ വേണ്ട, നമുക്ക് വല്ല കൊച്ചു വർത്തമാനവും പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. എന്താ? ഞാൻ എന്നും ഏകാഗിയായിരുന്നു. വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടി പറയുന്നതല്ല. ഇപ്പോഴാ എനിക്ക് ആളും അർത്ഥമൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും താനൊന്നും മിണ്ടില്ല. ഒരു ദുഃഖപുത്രിയെ പോലെ. ഒരുപക്ഷെ താൻ സ്വപ്നം കണ്ടത് എന്നെ പോലെ ഒരാളല്ലായിരിക്കും. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. അപ്പോഴേക്കും ദേ ഒന്ന് ചിരിച്ചേ. ആ മുഖപ്രസാദം ഒന്ന് കാണട്ടെ. ചിരിച്ചേ.
ഹരി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി. ഭഗവാനെ ഇനിയിപ്പോ എന്താ ചെയ്യാ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം, താൻ വേവലാതിപ്പെടണ്ട. അവർക്ക് ഇഷ്ടായി. അച്ഛൻ അവർക്ക് വാക്കും കൊടുത്തു. ഗുരുവായൂർ വെച്ച വിവാഹം. ഇനി എന്നെ കൂടി ബലി കൊടുത്താലും നിങ്ങൾക്ക് സമാധാനാവും. നീ എന്ത് ഭാവിച്ച? അഹമ്മതി ഒന്നും കാണിക്കാതെ പറയുന്നത് കേൾക്കുക നല്ലത്. അച്ഛന്റെ സ്വഭാവം നിനക്കറിയോ? ഓ, അതൊരു പക്ഷെ അമ്മയേക്കാൾ കൂടുതൽ അറിയാവുന്നത് എനിക്കായിരിക്കും. നിഷേധി, നീ എന്താ പറഞ്ഞത്? അച്ഛൻ അനുഗ്രഹിക്കാൻ പുറപ്പെട്ടതിന്റെ ഫലം ഞാൻ കണ്ടു. ചിറ്റ എങ്ങനെയാ മരിച്ചേ? അമ്മയെ കൊടുത്തില്ല അമ്മയുടെ പങ്ക്. ആരാ? ഞാൻ അലക്സ്. എന്ത് വേണം? ചിന്നുവിടെ? അവളെ ഒന്ന് വിളിക്കൂ. എന്തിന്? അവളെ കാണാനാ ഞാൻ വന്നത്. അതെന്തിനാന്നല്ലേ ചോദിച്ചത്? അവളോട് പറയാനുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞാൽ മതിയോ? ഞാൻ അവളുടെ അച്ഛനാ. വളച്ചു കിട്ടാതെ നേരെ ചൊവ്വേ കാര്യം പറയാം. ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ആ നിലയ്ക്ക് ഞങ്ങളുടെ സ്വകാര്യം ചിന്നുവിന്റെ അച്ഛനോട് പറയുന്നത് ന്യായമാണോ? അസംബന്ധം പറയുന്നത് സൂക്ഷിച്ചു വേണം. എനിക്കൊരു ദോഷമുണ്ട്, പേടിക്കാൻ അറിയില്ല. അതുകൊണ്ട് ചിന്നിന്റെ അച്ഛൻ വെറുതെ മെനക്കെടണ്ട. നിന്നെ ആരാ ഇവിടെ വിളിച്ചത്? ഇറങ്ങി പോടാ ഇവിടുന്ന്. കണ്ട തെണ്ടിക്കും ആഭാസനും കയറി നിറങ്ങാനുള്ളതല്ല എന്റെ വീട്. ദേ, ഇത് കേട്ട് ഞാൻ വെള്ളാനൊന്നും പോണില്ല. ഒരാൾ അയാളായിട്ട് മനസ്സിലാക്കുന്നതാ ബുദ്ധി. ഞാൻ തെണ്ടി ആഭാസനൊന്നുമല്ല. അന്വേഷിച്ച് നോക്ക്. ഐ ആം ഫ്രം ആൻ അരിസ്റ്റോക്രാറ്റിക് ഫാമിലി. ഡു നോ ദാറ്റ്? ഞാനും ചിന്നുവും തമ്മിൽ സ്നേഹമാണെന്ന് പറഞ്ഞാൽ അതിനകത്തെന്താ ഇത്ര അസംബന്ധം? ചിന്നുവിന്റെ അച്ഛൻ കാര്യങ്ങൾ കുറെ കൂടി അന്തസ്സായി മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഞങ്ങളെ വേർപെടുത്താൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ദുർവാശിയും മിഥ്യാഭിമാനവും കൊണ്ട് സ്വന്തം മകളുടെ ജീവിതം കൂടി നിങ്ങൾ നശിപ്പിക്കരുത്. നിന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ചിലപ്പോൾ ക്ഷണിക്കാത്തടത്ത് മനുഷ്യന് ചെല്ലേണ്ടി വരും. നിങ്ങൾ ഉണ്ടാക്കിയ ഒരു മഹാദുരന്തത്തിന്റെ ചിത ഇനിയും കെട്ടിട്ടില്ല. എന്റെ ഹൃദയത്തിലെങ്കിലും. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. ജാതിയും മതവും ധനസ്ഥിതിയും നോക്കി മനുഷ്യന് വില പറയരുത്. നിന്റെ ഉപദേശത്തിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വാളിനോട് അതിന്റെ മുനയിൽ കയറിയെന്ന് വേദാന്തം പറയരുത്. അത് കൊള്ളാം. പക്ഷെ ഒരു കാര്യം, തുരുമ്പിച്ച വാളുകൊണ്ട് പടക്കിറങ്ങുമ്പോ നിങ്ങൾ യോദ്ധാവല്ല, കോമാളിയാണ്. സ്നേഹിച്ച ഒറ്റ കാരണം കൊണ്ട് അച്ഛൻ അരിയങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു. അച്ഛൻ അവരുടെ സ്നേഹബന്ധം തകർത്തു. സ്വന്തം ലാഭനഷ്ടങ്ങളല്ലാതെ അച്ഛൻ മനുഷ്യബന്ധങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥം കൽപ്പിച്ചിട്ടുണ്ടോ? ഒരച്ഛന്റെ സ്നേഹവും വാത്സല്യവും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഈ വീട്ടിൽ ആരെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ചിറ്റയാ. എന്റെ അച്ഛൻ കാരണം എനിക്ക് ആ സ്നേഹവും നഷ്ടപ്പെട്ടു. സുമംഗലേ, സുമംഗലേ. ചേച്ചിയോടില്ല. അച്ഛനെവിടെ? അപ്പച്ചിക്ക് സുഖമില്ലെന്നും പറഞ്ഞ് അക്കരെ നാൾ വന്നിരുന്നു. അങ്ങോട്ട് പോയതാ. ഞാൻ വീട്ടിൽ നിന്നാ വരുന്നത്. ഓഫീസിൽ നിന്ന് വരുമ്പോ സുമംഗല അവിടെ ഇല്ല. ചേച്ചിയും അച്ഛനും കൂടെയാ പോയത്. അവളോടെ ഉണ്ടാകുമെന്ന് ഓർത്ത് ഞാൻ ഊണ്. അതിനെന്താ, ഞാൻ ഊണെടുത്ത് വെക്കാം. ചേട്ടൻ കൈ കഴിക്കും. എന്നാലാട്ടെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ശരി. ഇടിച്ചമ്മന്തിയില്ലേ?
ഇങ്ങനെ വിളിച്ചു നോക്കുന്നത്? ഞാൻ കുറെ ദിവസമായി സുഭദ്രയോട് ഇതൊന്ന് പറയണമെന്ന് വിചാരിക്കും. ഏതായാലും നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി. അതോർത്ത് സുഭദ്ര വിഷമിക്കണ്ട. ചേച്ചിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. എന്തായാലും നിനക്കൊരു ജീവിതം വേണം. അത് ഞാൻ തരും. പോരെ? ഇതൊന്നും ലോകത്ത് നടക്കാത്തതാണ്. ഞാനൊന്ന് തൊട്ടെന്ന് വെച്ച് നീ അങ്ങ് ഉരുകിപ്പോകും. വെറുതെ ബഹളം ഉണ്ടാക്കി പ്രശ്നം വഷളാക്കരുത്. എപ്പോ നോക്കിയാൽ ഇവിടെ ചടഞ്ഞൂടി കിടക്കുന്നേ? പോടി പുറത്ത്. എന്തു ഭാവിച്ച? ഇതിനാണോ ഇനി വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറിയത്? എന്റെ ജീവിതം കൂടി തകർക്കാനാണോ നീ കച്ച കെട്ടിയിരിക്കുന്നത്? ചേച്ചി, ഞാനിതൊന്നും അറിയില്ലെന്നാണോ നീ കരുതിയത്? എന്ന് മുതലാടി എന്റെ ഭർത്താവിനെ കണ്ണുവെച്ച് തുടങ്ങിയത്? നീ ഒന്നോർത്തോ, ദൈവത്തിന് നിരക്കാത്ത വല്ലതും സംഭവിച്ചാൽ അന്നേ സുമംഗലി ഉണ്ടാവില്ല. ഒന്നുകൂടി ഞാൻ ചിറ്റയെ കണ്ട് പഠിക്കാനാ? ചിറ്റയുടെ മരുങ്ങടെ ഒന്ന് മാറില്ല അവള്. വാടിവിടെ. അവര് പുതിയ തലമുറക്കാരാ. നിങ്ങളുടെ പഴഞ്ചൻ വിശ്വാസങ്ങളിൽ ടോച്ചിടാതെ അവരവരുടെ പാർട്ട്ണർ വിടും. ആരും പഠിപ്പിക്കണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവരെ തടഞ്ഞു നിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഞാനിപ്പോ ഇവരെ ഇവിടെ നടത്തിക്കൊണ്ടു പോകും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാലത്തിന്റെ സൂചികളെ പിറകോട്ട് തിരിക്കരുത്.